ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ വർഷത്തെ രണ്ടാമത്തെ നവരാത്രിയുടെ ആരംഭമാണ്. നാളെ വ്യാഴാഴ്ച മുതൽ, അതായത് വസന്ത നവരാത്രിയുടെ ആരംഭം. നമുക്കറിയാം, വർഷത്തിൽ 4 തവണ ദേവീ ആരാധനയ്ക്കായി നമ്മൾ നവരാത്രി ആഘോഷിക്കാറുണ്ട്. ശീതകാലത്തിൽ, വസന്തകാലത്തിൽ, വേനൽക്കാലത്തിൽ, ശരത്കാലത്തിൽ. വസന്തകാലത്തിലും ശരത്കാലത്തിലും വരുന്ന നവരാത്രികൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. എന്നാൽ ശീതകാല, വേനൽക്കാല നവരാത്രികൾ ഗുപ്ത അല്ലെങ്കിൽ രഹസ്യ നവരാത്രികൾ എന്നറിയപ്പെടുന്നു. ഇത് വളരെയധികം രഹസ്യമായിട്ട് ചിലർ ആഘോഷിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷേ ഈ വസന്ത നവരാത്രിയും ശരത് നവരാത്രിയും വളരെയധികം പ്രാധാന്യത്തോടുകൂടി നമ്മൾ ആഘോഷിക്കുന്നതാണ്. അതിൽ വസന്ത നവരാത്രിയാണ് 2026 മാർച്ച് 19 വ്യാഴാഴ്ച നാളെ മുതൽ ആരംഭിക്കുന്നത്. വസന്ത നവരാത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വസന്തം, പൂക്കളുടെ സമയം ഇനി ആരംഭിക്കുകയാണ്. ആ ഒരു സമയത്തിൽ നമ്മൾ ദുർഗാദേവിയെ ആരാധിക്കുന്നതാണ് വസന്ത നവരാത്രി എന്ന് പറയുന്നത്. വസന്ത നവരാത്രി പ്രഥമ തിഥി മുതൽ ശ്രീരാമ നവമി വരുന്ന നവമി തിഥി വരെ 9 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് നമ്മൾ ദേവിയെ ആരാധിക്കുന്നു. അതുവഴി നമ്മുടെ കുടുംബത്തിലോട്ട് ഐശ്വര്യങ്ങളും എല്ലാ രീതിയിലുമുള്ള ഉന്നമനങ്ങളും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണവും ഒക്കെ നമുക്ക് സാധിച്ചു കിട്ടും. അതിനേക്കാൾ കൂടുതൽ ആത്മീയപരമായി സാക്ഷാൽ ദേവിയോട് അടുക്കാനും അമ്മ എന്നുള്ള സങ്കല്പത്തെ നമുക്ക് നമ്മളിലോട്ട് ചേർത്ത് വെക്കാനും സാധിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. ഞാൻ ഇന്ന് പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് പീരിയഡ്സ് ആണെങ്കിലും ചൊല്ലാവുന്നതാണ്. പക്ഷേ പുലാവാലായ്മ പോലെയുള്ള കാര്യങ്ങൾ ഉള്ളവരാണെങ്കിൽ ചൊല്ലാൻ പാടില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പീരിയഡ്സ് ആണെന്നുണ്ടെങ്കിൽ കുളിച്ച ഉടനെ നിങ്ങൾക്കിത് ചൊല്ലാം. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഇനി അങ്ങോട്ട് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് കേൾക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വസന്ത നവരാത്രിയിൽ അമ്മയെ ആരാധിക്കേണ്ടത് എന്ന് നോക്കാം. അതിനു മുൻപായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു വസന്ത നവരാത്രിയുടെ ആരംഭം ഞാൻ പറഞ്ഞു. നാളെ വ്യാഴാഴ്ച മാർച്ച് 19 മുതൽ ശ്രീരാമ നവമി വരുന്ന മാർച്ച് 27 വെള്ളിയാഴ്ച വരെയാണ് എന്നുള്ളതാണ്. തുടർച്ചയായ ഈ 9 ദിവസങ്ങളിൽ സാക്ഷാൽ ആദിപരാശക്തിയെ നമ്മൾ ഒരേ ഒരു മന്ത്രം, ഈ ഒരു ഒറ്റവര മന്ത്രം ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന്, വ്രതമെടുക്കുന്നവർക്ക് ഈ 9 ദിവസം തുടർച്ചയായിട്ട് വ്രതമെടുക്കാവുന്നതാണ്. നോൺ വെജ് ഒഴിവാക്കി രാവിലെയും വൈകിട്ടും കുളിച്ച് ദേവിക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെച്ച് വെളുത്തുള്ളി, സവോള പോലെയുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വെളുത്തുള്ളി, കുഞ്ഞുള്ളി, സവോള ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. ഇനി അത് താല്പര്യമില്ലാത്തവർക്ക് നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് സാധാരണ ഭക്ഷണം കഴിച്ച് വ്രതമെടുത്ത് അമ്മയ്ക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. കലശം വെച്ച് പൂജിക്കുന്നവർ, അഖണ്ഡ ദീപം കൊളുത്താൻ ആഗ്രഹിക്കുന്നവർ, അതായത് നമ്മൾ ശാരദീയ നവരാത്രി, ഒക്ടോബറിൽ വരുന്ന നവരാത്രി ആഘോഷിക്കുന്നത് പോലെ അമ്മയെ ആഘോഷിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ആ രീതി ഫോളോ ചെയ്യാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾ പൂജിച്ചാൽ മതിയാവും. ചെയ്യേണ്ടുന്ന കാര്യം, നാളെ രാവിലെ ഏകദേശം 6:52 കർത്തവാവ് അവസാനിച്ച് നമുക്ക് പ്രഥമ തിഥിയുടെ ആരംഭമാണ്. സോ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും കുളിച്ച് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന ഭാഗത്ത് പൂജാമുറിയിൽ ഏത് ദേവിയുടെ ഫോട്ടോയാണോ വിഗ്രഹമാണോ നിങ്ങളുടെ കയ്യിലുള്ള, ദുർഗാദേവി, ലളിതാദേവി, പാർവതീദേവി, ലക്ഷ്മി ദേവി, വാരാഹി അമ്മ, സരസ്വതി ദേവി, ഏത് ദേവീഭാവമാണോ നമ്മുടെ കയ്യിൽ ഫോട്ടോ വിഗ്രഹ രൂപത്തിൽ കയ്യിലുള്ളത് തുടച്ച് ആ ഫോട്ടോയ്ക്ക് മഞ്ഞൾ, കുങ്കുമം, പൊട്ടൊക്കെ വെച്ച് അമ്മയ്ക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പൂക്കൾ കൊണ്ട് പൂമാലയുണ്ടാക്കുകയോ അല്ലെങ്കിൽ പൂക്കളായി തന്നെയോ ദേവിക്ക് സമർപ്പിക്കണം. ശേഷം അമ്മയ്ക്ക് മുൻപിൽ ഒരു നെയ്ദീപം, ഇവിടെ നെയ്ദീപം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഒരു നെയ്ദീപം കൊളുത്തി വെക്കുക. മൺവിളക്കിൽ നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് കിഴക്കോട്ട് നാളം വരത്തക്ക രീതിയിൽ ഒരേ ഒരു നെയ്ദീപം കൊളുത്തുക. ദീപം കൊളുത്തിയതിന് ശേഷം 2 ഗ്രാമ്പൂ നമ്മൾ ആ ഒരു ദീപത്തിനുള്ളിലിടണം. ദീപത്തിനുള്ളിലിട്ടിട്ട് നമ്മൾ അവിടെ ഇരിക്കണം. ഇരിക്കുമ്പം ഒരു വൈറ്റ് കളറിൽ A4 ഷീറ്റ് പേപ്പർ, ലൈനൊന്നുമില്ലാത്തത് എടുക്കണം.
ഒപ്പം തന്നെ ഒരു റെഡ് കളറിലെ പേനയും. ഇനി പീരിയഡ്സ് ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ട് ദീപമൊന്നും കൊളുത്തണ്ട, കിഴക്കോട്ട് ഫേസ് ചെയ്ത് ഇരിക്കുമ്പം അമ്മയുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ എടുത്തു വെക്കേണ്ടത് സാക്ഷാൽ കാമാഖ്യാദേവിയുടെ ഒരു ഫോട്ടോയായിരിക്കണം. ഇപ്പോൾ കാമാഖ്യാദേവിയുടെ ഫോട്ടോ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ. അപ്പം പീരിയഡ്സ് ഒന്നും ഇല്ലാത്തവരാണ് ഈ മന്ത്രം ചൊല്ലുന്നവരെങ്കിലും ഫോണിൽ കാമാഖ്യാദേവിയുടെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് ഉത്തമമായിരിക്കും. അതിനുശേഷം നമ്മൾ ആ പേപ്പറിൽ എഴുതേണ്ടുന്നത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം. എൻ്റെ അമ്മേ, എൻ്റെ ഈ ആഗ്രഹം എനിക്ക് ഈ 9 ദിവസത്തിനുള്ളിൽ സാധിച്ചു തരയണമേ എന്നെഴുതണം. എഴുതിയതിന് ശേഷം എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായും അമ്മ എൻ്റെ ഈ ആഗ്രഹം 9 ദിവസത്തിനുള്ളിൽ നിറവേറ്റി തരുമെന്ന്. ആദ്യം എഴുതേണ്ടത് നിങ്ങളുടെ ആഗ്രഹം എഴുതിയിട്ട് അത് 9 ദിവസത്തിനുള്ളിൽ സാധിച്ചു തരണമെന്ന് എഴുതുക. അതിനുശേഷം എഴുതേണ്ടത് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, അമ്മ എൻ്റെ ഈ ആഗ്രഹം 9 ദിവസത്തിനുള്ളിൽ സാധിച്ചു തരും എന്നുള്ളത്. അതിനുശേഷം ആ പേപ്പർ മടക്കിയിട്ട് ആ കത്തിച്ച് വെച്ചിരിക്കുന്ന ദീപത്തിൻ്റെ അടുത്തായിട്ട് വെക്കുക. ഇപ്പോൾ പീരിയഡ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എല്ലാ ദിവസവും അത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്ത് വെക്കുക. എടുത്ത് വെച്ചിട്ട് അതിന് ശേഷം അവിടെ ഇരുന്ന് ഞാൻ ഈ പറയുന്ന മന്ത്രം ഏറ്റവും കുറഞ്ഞത് ഒരു മാല എന്ന് പറഞ്ഞാൽ 108 പ്രാവശ്യം ജപിക്കണം. 108 പ്രാവശ്യം അല്ലെങ്കിൽ 6 മാല, അതായത് 108 × 6 648 പ്രാവശ്യം. അത്രയും സമയമില്ലാത്തവർ 108 പ്രാവശ്യം ചൊല്ലിയാൽ മതി. പക്ഷേ 6 എന്ന് പറയുന്നത് ശുക്രൻ്റെ നമ്പർ ആയതുകൊണ്ട് കാമാഖ്യാദേവിയുമായി വളരെയധികം ബന്ധമുള്ളൊരു നമ്പർ ആയതുകൊണ്ടാണ് 6 മാല, അതായത് 648 പ്രാവശ്യം ജപിക്കുക എന്ന് പറഞ്ഞത്. ഇത് രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരേ ഒരു നേരം നമ്മൾ ചൊല്ലിയാൽ മതിയാവും. ഈ 9 ദിവസവും തുടർച്ചയായി അതായത് ഈ വ്യാഴം മുതൽ അടുത്ത വെള്ളി വരെ തുടർച്ചയായി എല്ലാ ദിവസവും നമ്മളിത് ചൊല്ലുകയും വേണം. ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, എല്ലാ ദിവസവും ഒരേ സമയം ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. രാവിലെ ആണെങ്കിൽ രാവിലെ തന്നെ, വൈകിട്ടാണെങ്കിൽ വൈകിട്ട് തന്നെ മാറ്റി മാറ്റി ചൊല്ലാനായിട്ട് ശ്രമിക്കരുത്. ചൊല്ലേണ്ടുന്ന മന്ത്രമെന്ന് പറയുന്നത് ഇതാണ്: ഓം ക്ലീം ക്ലീം കാമാഖ്യ ക്ലീം ക്ലീം നമ. ഓം ക്ലീം ക്ലീം കാമാഖ്യ ക്ലീം ക്ലീം നമ. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രമാണിത്. ആരാണ് കാമാഖ്യ ദേവി എന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയാം. സതീദേവി മരണമടഞ്ഞ സമയത്ത് ഭഗവാൻ മഹാദേവൻ ആ ശരീരവും കൊണ്ട് അലഞ്ഞു തിരിഞ്ഞപ്പോൾ തൻ്റെ സുദർശന ചക്രം കൊണ്ട് മഹാവിഷ്ണു സതീദേവിയുടെ ശരീരത്തെ പല കഷ്ണങ്ങളാക്കുകയും അതിൽ ദേവിയുടെ യോനീഭാഗം വീണ 51 ശക്തിപീഠങ്ങളിൽ ഒന്നായ ആസാമിലെ ഗുവാഹട്ടിയിൽ നീലാചൽ ഹിൽസ് എന്നതാണ് കാമാഖ്യ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന വൈഷ്ണോമാത ദേവി ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് സാക്ഷാൽ ആദിപരാശക്തിയുടെ ശരീരഭാഗങ്ങളായതുകൊണ്ട് തന്നെ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഈ കാമാഖ്യ ദേവി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെൻസ്ട്രേഷൻ ആയിരിക്കുന്ന ദേവിയുടെ ആ ഒരു ഭാഗത്തെയാണ് അവിടെ പൂജിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു സമയത്ത് ഇപ്പോൾ പീരിയഡ്സ് ആണെങ്കിലും പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞതിന് പിന്നിലെ കാരണം ഒരുപാട് ശക്തിയുള്ള ഒരു ദേവീഭാവം, അതായത് ഒരു ദേവീ രൂപം, ഒരു ശക്തിപീഠമാണ് കാമാഖ്യ ടെമ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവിടെ പോകാനായിട്ടൊരവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും പോകണം. ഞാൻ കൊറോണയ്ക്ക് മുൻപ് ഒരിക്കൽ എനിക്ക് അവിടെ പോകാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ ആ ഒരു ഫീലിംഗ്, ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു സ്ത്രീയുടെ ശക്തിയെ അതേപോലെ ദേവീഭാവത്തിൽ അവിടെ പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ് സാക്ഷാൽ കാമാഖ്യ ദേവി ടെമ്പിൾ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ മക്കൾ ഉണ്ടാവാത്തവർക്ക് അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഒരു ഗുഹ പോലെയാണ് അവിടെ ആക്ച്വലി ദേവിയുടെ ആ ഒരു ഭാവത്തെ അവിടെ പൂജിക്കുന്നത് തന്നെ. നല്ല രീതിയിലുള്ള ഒരു സ്പിരിച്വലായിട്ട് നമുക്ക് നല്ല ഒരു പോസിറ്റിവിറ്റി, നല്ലൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് ദേവി ദീക്ഷയൊക്കെ എടുക്കുന്നവർ തീർച്ചയായിട്ടും പോയി കണ്ട് തൊഴേണ്ടുന്ന
51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഈ ഒരു കാമാഖ്യാദേവി ടെമ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വസന്ത നവരാത്രിയിൽ സാക്ഷാൽ ദേവിയെ പൂജിക്കാൻ കിട്ടുന്ന ഈ 9 ദിവസങ്ങളിൽ കാമാഖ്യാദേവിയുടെ ഈ മന്ത്രം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് നല്ല ഫലം തന്ന് അനുഗ്രഹിക്കുന്നതാണ്. 9 ദിവസങ്ങളിലും തുടർച്ചയായിട്ട് ദീപം കൊളുത്താൻ പറ്റുന്നവർ എല്ലാ ദിവസവും അതിലെ ആ ഒരു ഗ്രാമ്പൂ എടുത്തു മാറ്റണം. പുതിയ പൂവോടുകൂടിയ ഗ്രാമ്പൂ തന്നെ വേണം എല്ലാ ദിവസവും. അതിലിപ്പം രാവിലെയും വൈകിട്ടും നമുക്ക് ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. 2 നേരവും ഈ 9 ദിവസം നമ്മൾ ദീപം കൊളുത്തണം. അപ്പോൾ രാവിലെ നമ്മളിടുന്ന ഗ്രാമ്പൂ തന്നെ മതിയാവും. വൈകിട്ടെടുത്ത് മാറ്റണ്ട. പിറ്റേ ദിവസം ആ ഗ്രാമ്പൂ എടുത്ത് കാൽപ്പെടാത്തടുത്ത് കളഞ്ഞിട്ട് പുതിയ 2 ഗ്രാമ്പൂ ഇടണം. എന്നിട്ട് വേണം അതിന് മുൻപിലിരുന്ന് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായും 9 ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും. ആഗ്രഹം സാധിച്ച ശേഷം ആ പേപ്പർ നന്നായിട്ട് മടക്കി നമുക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടുപോയി ഇടാവുന്നതാണ്. നമ്മൾ ആ ഒരു പേപ്പർ എഴുതുമ്പം അത് മടക്കുന്നതിനെക്കാട്ടിലും അത് ചുരുട്ടിയിട്ട് ഒരു ചെറിയ റെഡ് കളറിലെ നൂലുകൊണ്ട് കെട്ടി ആ ഒരു ദീപത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വീട്ടിലുള്ള ദേവി ഫോട്ടോയ്ക്ക് അടുത്ത് സമർപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം റെഡ് എന്ന് പറയുന്നത് എപ്പോഴും ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹം നമ്മൾ അങ്ങനെ എഴുതി സമർപ്പിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, റെഡ് കളറിലെ പേനായോ മാർക്കറോ സ്കെച്ച് പെന്നോ അല്ലാതെ വേറെ കളറൊന്നും നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതും ശ്രദ്ധിച്ചു കൊള്ളണം. ഇനി അതേപോലെ ഈ 9 ദിവസവും വീട്ടിൽ സമയമുള്ളവർ ദേവീ മാഹാത്മ്യം ജപിക്കാവുന്നതാണ്. നവരാത്രി സമയത്ത് ദേവീ മഹാത്മ്യം ജപിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ജപിക്കാം. ഇനി അത് ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളവർ 11ാമത്തെ അധ്യായമായ നാരായണീ സ്തുതി എല്ലാ ദിവസവും 3 പ്രാവശ്യം വെച്ച് അമ്മയ്ക്ക് മുൻപിൽ ജപിച്ചു നോക്കിക്കോളൂ. അതിൻ്റെ ഫലം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നമ്മൾ ഈ പേപ്പറിൽ എഴുതി അമ്മയ്ക്ക് സമർപ്പിച്ച അതേ ആഗ്രഹം മനസ്സിൽ പ്രാർത്ഥിച്ച് 9 ദിവസവും എല്ലാ ദിവസവും 3 പ്രാവശ്യം ഞാൻ നാരായണീ സ്തുതി ജപിച്ചേക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ ഓർത്തുകൊണ്ട് നാരായണീ സ്തുതി ജപിക്കൂ. എന്നും ജപിക്കുന്നവർക്ക് 5 മിനിറ്റ് പോലും എടുക്കില്ല ഒരു പ്രാവശ്യം നാരായണീ സ്തുതി ജപിക്കാൻ. ഏകദേശം ഒരു 10-12 മിനിറ്റ് കൊണ്ട് 3 പ്രാവശ്യം നാരായണീ സ്തുതി ജപിച്ച് കഴിയുന്നതായിരിക്കും. ആദ്യമായിട്ട് ചൊല്ലുന്നവർക്ക് കുറച്ച് സമയമെടുക്കും. എന്നാൽ പോലും നാരായണീ സ്തുതിയിൽ വലിയ കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊന്നുമില്ല. ബാക്കിയുള്ള അധ്യായങ്ങളെ അപേക്ഷിച്ച് നാരായണീ സ്തുതിയിലെ വാക്കുകൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. വിശ്വാസപൂർവ്വം ഈ ഒരു മന്ത്രത്തിനോടൊപ്പം നാരായണീ സ്തുതി ജപം കൂടി നിങ്ങൾ ഈ 9 ദിവസം ശീലമാക്കിയാൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഗ്രഹത്തിൽ കളിയാടും. അതിന് യാതൊരു വിധത്തിലുമുള്ള മാറ്റവുമില്ല. സാക്ഷാൽ ആദിപരാശക്തി നമ്മുടെ വീട്ടിൽ എഴുന്നള്ളുക തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പാലിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഇതൊന്ന് ചൊല്ലാൻ ശ്രമിക്കൂ. ദേവിയുടെ അനുഗ്രഹത്താൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.